പ്രിയമുള്ളവരെ, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് കരുതുന്നു. പലപ്പോഴും ഭാര്യയും ഭർത്താവും തമ്മിലുള്ള ബന്ധം നമുക്കിടയിൽ തമാശയായി മാറുന്നുണ്ട്. നമ്മുടെ കോമഡി പരിപാടികളിൽ പോലും ഭാര്യയും ഭർത്താവും പരസ്പരം പറ്റിക്കുന്നവരാണ്. അതിൽ നർമ്മം കണ്ടെത്തി ചിരി പടർത്തുന്നു. എന്നാൽ യഥാർത്ഥത്തിൽ ഈ ബന്ധത്തിൻ്റെ പവിത്രത എത്രമാത്രമാണെന്ന് ഈ വീഡിയോ പറഞ്ഞു തരും. ഭാര്യ ഭർത്താക്കന്മാർക്കിടയിൽ തീർച്ചയായും ഉണ്ടാവേണ്ട 2 കാര്യങ്ങൾ ഇതിൽ പറയുന്നുണ്ട്. ശ്രദ്ധയോടെ കേട്ടുനോക്കൂ. ഇതൊക്കെയാണ് ആദരവ് എന്ന് പറയുന്നത്. അല്ലാതെ വരുമ്പോ ഇങ്ങനെ എണീറ്റ് നിൽക്കുക എന്നുള്ളത് മാത്രമല്ല. വിശുദ്ധ ഖുർആന് കല്യാണത്തെ കുറിച്ച് പറയുന്ന ഒരു വാക്കുണ്ട്. കല്യാണത്തെ കുറിച്ചാണ് പറയുന്നത് കേട്ടോ. കല്യാണം എന്ന് പറഞ്ഞാൽ എന്താ? ഒരു മനുഷ്യൻ മറ്റൊരു മനുഷ്യനെ ജീവിതത്തിലേക്ക് കൂട്ടിക്കൊണ്ടുവരുന്ന സംഭവമല്ലേ. പക്ഷെ അതിനെക്കുറിച്ച് പറയുമ്പോൾ പടച്ചോൻ മനുഷ്യനെ കുറിച്ചല്ല പറയണ. ആദ്യം പറഞ്ഞത് എന്താണെന്നറിയോ? പടച്ചോനെ കുറിച്ചാണ്. വല്ലാത്തൊരു വാക്കാണ് കേട്ടോ അത്. മനുഷ്യരുടെ കല്യാണത്തെക്കുറിച്ച് പറഞ്ഞു തുടങ്ങുന്ന വാക്ക് ആദ്യം പടച്ചോനെ കുറിച്ച് പറഞ്ഞു. വമിൻ ആയാത്തിഹി. ഇത് പടച്ചോന്റെ തീരുമാനമാണ് കേട്ടോ. പടച്ചോന്റെ ദൃഷ്ടാന്തമാണ്. പടച്ചോൻ ഡിസൈൻ ചെയ്യാത്ത ഒന്നും നടക്കണില്ല. നിങ്ങളൊരു 15 കൊല്ലം ഗൾഫിൽ ജീവിച്ചിട്ടുണ്ടോ? അത് ആരുടെ തീരുമാനമായിരുന്നു? നമ്മുടെ തീരുമാനം. നമ്മുടെ തീരുമാനമാണെങ്കിൽ 2 കൊല്ലം കഴിഞ്ഞിട്ട് തിരിച്ചു പോരൂല്ലേ? കാരണം നമ്മൾ 2 കൊല്ലത്തിനല്ലേ പോയത്, അല്ലെങ്കിൽ 5 കൊല്ലത്തിനല്ലേ പോയത്. പിന്നെ ആരുടെ തീരുമാനമായിരുന്നു? നമ്മുടെ കയ്യിൽ പൈസ ഉണ്ടെങ്കിൽ ആ പൈസ ആരുടെ തീരുമാനമാണ്? നമ്മുടെ തീരുമാനം. നമ്മുടെ തീരുമാനം. നമ്മുടെ കീശയിലേക്ക് പൈസ വന്നത് പടച്ചോന്റെ തീരുമാനമാണ്. ഒരാൾ പണക്കാരനാകുന്നത് ആരുടെ തീരുമാനമാണ്? പടച്ചോന്റെ തീരുമാനമാണ്. ഇങ്ങനെ അയാൾ ചിന്തിച്ചാലേ ആ പണം അയാളുടേതല്ല എന്ന് അയാൾക്ക് ചിന്തിക്കാൻ തുടങ്ങുള്ളൂ. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, വലിയ വലിയ കച്ചവടക്കാരില്ലേ, വലിയ കച്ചവടക്കാർ, ബിസിനസ്സുകാരില്ലേ, അവർക്കൊക്കെ ബിസിനസ്സിനെ കുറിച്ച് ക്ലാസ് എടുത്തു കൊടുക്കുന്ന ആളുകളുണ്ട്. MBA ഒക്കെ കഴിഞ്ഞ് ബിസിനസ് അഡ്മിനിസ്ട്രേഷനൊക്കെ പഠിച്ചിട്ടുള്ള ആളുകളുണ്ട്. വലിയ 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 യൂണിവേഴ്സിറ്റികളിൽ പോയിട്ട് ബിസിനസ്സിൻ്റെ സൂത്രങ്ങളൊക്കെ പഠിച്ചിട്ടുള്ള ആളുകളുണ്ട്. അവർ വന്നിട്ടാണ് ഇവർക്ക് ക്ലാസ് എടുത്തു കൊടുക്കുക. ആർക്ക്? വലിയ വലിയ കച്ചവടക്കാർക്ക്, വ്യവസായികൾക്ക്. ഈ ക്ലാസ് എടുത്തു കൊടുക്കുന്ന ആളുകൾക്ക് അറിയാം എങ്ങനെയാണ് ഒരു ബിസിനസ് വിജയിപ്പിക്കേണ്ടതെന്നൊക്കെ. പക്ഷെ അവരെന്തുകൊണ്ട് ബിസിനസ്സുകാരായില്ല? ബിസിനസ്സിനെ കുറിച്ച് എല്ലാ അറിവുമുള്ള ആളുകൾ എന്തുകൊണ്ട് ബിസിനസ്സുകാരായില്ല? 5ാം ക്ലാസ്സോ 6ാം ക്ലാസ്സോ മാത്രമുള്ള ഒരാൾ കോടിക്കണക്കിന് ബിസിനസ് നടത്തുന്ന ഒരാളായത് എന്തുകൊണ്ടാണ്? ആരാണിത് തീരുമാനിച്ചത്? പടച്ചോന്റെ ഡിസൈനാണ്. പടച്ചോന്റെ ഡിസൈനാണ് എന്ന് പറഞ്ഞിട്ടാണ് കല്യാണത്തെ കുറിച്ച് പറയണത്. എന്നിട്ട് പടച്ചോൻ പറയാ, മനുഷ്യരായ നിങ്ങൾക്ക് മനുഷ്യരിൽ നിന്നൊരാൾ ഇണയായി വരുന്നുണ്ട്. അങ്ങനെ പറയണ. മനുഷ്യനായ എനിക്ക് പടച്ചോനൊരു ഇണയെ തരുന്നു എന്ന് പറഞ്ഞാൽ പോരെ. പക്ഷെ അങ്ങനല്ല പറഞ്ഞ. മനുഷ്യനായ എനിക്ക് മനുഷ്യന്മാരുടെ കൂട്ടത്തിൽ നിന്നുള്ള ഒരാൾ ഇണയായി എൻ്റെ ജീവിതത്തിലേക്ക് വരുന്നു. എന്തിനായിരിക്കും അങ്ങനെ പറഞ്ഞ്? മനുഷ്യന്ന് പ്രത്യേകം പറയേണ്ട കാര്യമില്ലല്ലോ. പൂച്ചയ്ക്ക് പൂച്ചയാണ്, കാക്കയ്ക്ക് കാക്കയാണ്, അല്ലേ? മനുഷ്യന് മനുഷ്യനുമാണ്. പിന്നെ എന്തിനാ അങ്ങനെ പറഞ്ഞ്? അതിനൊരു കാരണമുണ്ട്. നമ്മുടെ ജീവിതത്തിലേക്ക് വരുന്ന ഒരാൾ, നമ്മുടെ രഹസ്യവും പരസ്യവും ഇനി അറിയാനിരിക്കുന്ന ഒരാളാണ്. ജീവിതത്തിൽ വേറെ ഏതൊരു ആളോട് നമുക്ക് ചില രഹസ്യങ്ങളുണ്ട്. നമ്മുടെ ഉമ്മ നമ്മുടെ റൂമിലേക്ക് വരാൻ പാടില്ലാത്ത സമയങ്ങളുണ്ട്. നമ്മുടെ ഉമ്മയുടെ റൂമിലേക്ക് നമ്മൾ ചെല്ലാൻ പാടില്ലാത്ത സമയമുണ്ട്. അവിടെ പോലും ചില അതിർത്തികളുണ്ട്. എന്നാൽ യാതൊരു അതിർത്തിയില്ലാത്ത നമ്മുടെ ജീവിതത്തിലേക്ക് വരുന്ന ഒരാളെ കുറിച്ച് പറയുമ്പോൾ പഠിച്ചോൻ പറയാ, അയാളൊരു മനുഷ്യനാണ്. അയാളൊരു മനുഷ്യനാണ് എന്ന് പറഞ്ഞാൽ എന്താ? അയാളൊരു മാലാഖയല്ല, മലക്കല്ല. മനുഷ്യൻ്റെതായ എല്ലാ സ്വാഭാവികതകളുമുള്ള ഒരാളാണ്. വിശക്കുകയും ദാഹിക്കുകയും മടി കാണിക്കുകയും സങ്കടപ്പെടുകയും കരയുകയും മടി കാണിച്ച് പിന്നെയും മടങ്ങി വരികയും ദുഃഖിക്കുകയും ചെറിയ ചെറിയ കാര്യങ്ങളിൽ മനസ്സ് നോവുകയും ഒക്കെ ചെയ്യുന്ന ഒരാളാണ് കേട്ടോ ഭാര്യയായും ഭർത്താവായും നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരുന്നത് എന്നാണ് പറയുന്നത്. ഇത് പറഞ്ഞതിന് ശേഷം ഖുർആൻ 2 കാര്യമാണ് പറഞ്ഞത്. അത് പറയാൻ വേണ്ടിയിട്ടാണ് ഇത് പറഞ്ഞത്. എന്താ പറഞ്ഞതെന്നറിയോ? പഠിച്ചോൻ പറയാ, വജഅല ബൈനക്കും മവദ്ദത്തൻ വറഹ്മ. ഈ 2 ആളുകളുടെ ഇടയിൽ പഠിച്ചോൻ 2 കാര്യങ്ങൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്.
ഭാര്യ ഭർത്താവ് എന്ന് നമ്മൾ പറയുന്ന ആ രണ്ടാളുകളുടെ ഇടയിൽ പടച്ചോൻ ഉണ്ടാക്കി വെക്കുന്ന രണ്ട് കാര്യങ്ങളുണ്ട്. പടച്ചോൻ ഉണ്ടാക്കി വെച്ച രണ്ട് കാര്യങ്ങൾ. ഒന്ന് സ്നേഹമാണ്, കുറച്ചുകൂടെ ആഴത്തിൽ പറഞ്ഞാൽ പ്രണയമാണ്. രണ്ടാമത്തെ കാര്യം കാരുണ്യമാണ്. ഒന്ന് സ്നേഹം, ഒന്ന് കാരുണ്യം. സ്നേഹത്തെക്കുറിച്ച് പ്രത്യേകിച്ച് പറയേണ്ട കാര്യമല്ല. തീർച്ചയായും അത് ഓക്കെ. അസർ നിസ്കരിക്കുന്ന സമയമായിട്ടുണ്ട്. അതുകൊണ്ട് നിസ്കാരം കഴിഞ്ഞതിന് ശേഷം നമുക്ക് നമ്മുടെ സംസാരം തുടരാം. കുറച്ച് കാര്യങ്ങൾ പറയണം എന്നിങ്ങനെ വിചാരിച്ചിട്ടുണ്ട്. സമയം പോലെ കുറച്ച് കാര്യങ്ങൾ പറയാം. അപ്പോൾ നിസ്കാരം കഴിഞ്ഞിട്ട് നമുക്ക് വീണ്ടും ഒന്നുകൂടെ കൂടിയിരിക്കാം കേട്ടോ. താങ്ക് യു. പ്രവാസിയായ ഒരാൾ അയാളുടെ ഭാര്യയ്ക്ക് അയച്ചൊരു കത്തുണ്ട്. ആ കത്തിൽ അയാൾ എഴുതിയ ഒരു വരി ഇങ്ങനെയായിരുന്നു: ജോലിയെല്ലാം കഴിഞ്ഞ് ഒരു ദിവസത്തെ എല്ലാ ക്ഷീണവും റൂമിൽ ഒന്ന് കുളിച്ച് ഭക്ഷണമൊക്കെ കഴിച്ച് ആ ക്ഷീണമൊക്കെ ഒന്ന് മാറി ഞാൻ എൻ്റെ ചെറിയ ആ ഒരു ബെഡിലേക്ക് വരുമ്പോൾ ഞാനിങ്ങനെ ചെരിഞ്ഞ് കിടക്കും. ചെരിഞ്ഞ് കിടക്കുമ്പോൾ എൻ്റെ വലത് കൈ ഇങ്ങനെ നീട്ടിവെക്കും. അതെന്തിനാണെന്നറിയോ? അത് നിനക്കുള്ളതാണ്. ഞാൻ ലോകത്ത് എവിടെയാണെങ്കിലും അത് നിനക്കുള്ളതാണ്. പ്രവാസിയുടെ അധ്വാനത്തിൻ്റെ ഗുണം അനുഭവിക്കാത്ത ഒരു മനുഷ്യനും നമ്മുടെ നാട്ടിലൊന്നും ഉണ്ടാവില്ല. നമ്മുടെ നാടിനെ തന്നെ മാറ്റിമറിച്ചു നിങ്ങളുടെ അധ്വാനം. അവിടെ ചെറിയ ചെറിയ താമസ സ്ഥലങ്ങളിലും കഠിനമായ ജോലികളിലും നിങ്ങളിങ്ങനെ കഷ്ടപ്പെട്ട് നിങ്ങളൊരു നാടിൻ്റെ മാറ്റത്തിന് കാരണക്കാരായി മാറുകയായിരുന്നു. പ്രവാസം എന്ന വാക്കിൻ്റെ അർത്ഥം എന്താണെന്നറിയോ? ശരിക്ക് പ്രവാസം എന്ന് പറഞ്ഞാൽ പ്രവാസം എന്ന് പറഞ്ഞാൽ ഒരു വാക്കിൻ്റെ മുന്നിൽ പ്ര എന്ന് ചേർത്താൽ, ഇപ്പോൾ സ്ഥാനം എന്ന വാക്കിൻ്റെ മുന്നിൽ പ്ര എന്ന് ചേർത്താൽ പ്രസ്ഥാനം എന്നാണ്. സ്ഥാനം മാറിക്കൊണ്ടിരിക്കുക എന്നാണ്. വാഹം എന്ന വാക്കിൻ്റെ മുന്നിൽ പ്ര ചേർത്താൽ പ്രവാഹമായി. ഇങ്ങനെ ഒഴുകുന്നതിന് പറയുന്ന പേരാ. പ്രവാസം എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ? വാസം മാറുക എന്നാണ്. വീട് മാറുക എന്നാണ്. ഉദുമയിലുള്ള നിങ്ങളുടെ വീട് ദുബായിലും ഖത്തറിലുമുള്ള ഒരു ചെറിയ വീടായി മാറുകയാണ്. പക്ഷെ നമ്മൾ എന്താ ചെയ്തതെന്നറിയോ? നമ്മുടെ മനസ്സിൽ നിന്ന് ആ വീട് മായാതെ കൊണ്ട് നടക്കുക ചെയ്യുന്നത്. നിങ്ങൾ അവിടെ ആയിരിക്കുമ്പോഴും നിങ്ങളുടെ മനസ്സ് ഇവിടെയായിരുന്നു. ഇന്നത്തെ പോലെയല്ല, കുറച്ചുകൂടെ ദൂരം അധികമായിരുന്നു. കൂടുതൽ ദൂരമായി തോന്നിയിട്ടുണ്ടാവും നിങ്ങളുടെയൊക്കെ കാലത്ത്. ഇന്ന് ദൂരം കുറഞ്ഞു. ഇന്ന് പോവുക വരിക എന്നൊക്കെ പറഞ്ഞാൽ വളരെ കുറച്ചുകൂടെ എളുപ്പമായി. ഇന്ന് പ്രവാസം പഴയതുപോലെ അല്ല, കുറച്ചുകൂടെ ലൈറ്റായിട്ടുണ്ട്. പക്ഷേ വേർപാടിൻ്റെ വേദന ഏകദേശം ഒരേപോലെ തന്നെ മനുഷ്യന്. വേർപാടുകൾ, പ്രവാസം മനുഷ്യനുണ്ടാക്കുന്ന ഏറ്റവും വലിയ ദുഃഖം വേർപാടുകളാണ്. വേർപാടുകൾ. ഞാൻ എൻ്റെ സംസാരം ഇങ്ങനെ കൊണ്ടുപോയതൊരു വിഷയം നിങ്ങളോട് പറയാൻ വേണ്ടിയിട്ടായിരുന്നു. അതെന്താണെന്നറിയോ? ഒരു മനുഷ്യൻ മറ്റൊരു മനുഷ്യൻ്റെ ഉള്ളിൽ ബാക്കിയാകുന്നത് എങ്ങനെയാണ്? ഞാൻ വേറൊരാളുടെ ഉള്ളിൽ ബാക്കിയാകുന്നത് എങ്ങനെയാണ്? നിങ്ങൾ വേറൊരു മനുഷ്യൻ്റെ ഉള്ളിൽ ബാക്കിയാകുന്നത് എങ്ങനെയാണ്? നമ്മൾ വന്ന കാറിൻ്റെ പേരിലോ, നമ്മൾ എടുത്ത വസ്ത്രത്തിൻ്റെ പേരിലോ, നമ്മൾ ഉണ്ടാക്കി വെച്ച വീടിൻ്റെ പേരിലോ, നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ഗേറ്റിൻ്റെ പേരിലോ മതിലിൻ്റെ പേരിലോ ഒന്നും ആവില്ല. ഒരു മനുഷ്യൻ്റെ ഉള്ളിൽ വേറൊരു മനുഷ്യൻ ബാക്കിയാകുന്നത് എങ്ങനെയാണ്? ഒറ്റ കാര്യമുള്ളൂ, ഒരാൾ മറ്റൊരാൾക്ക് കൊടുത്ത കാരുണ്യത്തിൻ്റെ പേരിലായിരിക്കും. അതുകൊണ്ടാണ് പറഞ്ഞ ഏതൊരു പ്രവാസിയുടെയും ഉള്ളിൽ ഒരാളുണ്ടാകും എന്ന് നേരത്തെ പറഞ്ഞില്ലേ? മറക്കാൻ പറ്റാത്തൊരു മനുഷ്യനുണ്ടാവും. അത് മിക്കവാറും നമ്മളോട് കാരുണ്യം കാണിച്ച ഒരാളായിരിക്കും. എൻ്റെ ജീവിതത്തിൽ ഞാൻ മറക്കാത്ത മനുഷ്യർ എന്നോട് കാരുണ്യം കാണിച്ച മനുഷ്യരാണ്.